ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഈ വർഷം നിരവധി മത്സരങ്ങൾ ടീം ഇന്ത്യ കളിക്കുന്നുണ്ട്. ഏകദിന മത്സരങ്ങളും T20 മത്സരങ്ങളും ടെസ്റ്റ് മത്സരങ്ങളും ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം T20 വേൾഡ് കപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. അടുത്ത വർഷമാണ് ഏകദിന വേൾഡ് കപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക ഇന്ത്യൻ ലെജൻഡായ രവി അശ്വിൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഏകദിന ക്രിക്കറ്റ് ഇപ്പോൾ മരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏകദിന ക്രിക്കറ്റിന് ഭാവിയില്ല, അതിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ തനിക്ക് ആശങ്കയുണ്ട്, അതിനിപ്പോൾ വലിയ ജനപ്രീതിയില്ല, പലർക്കും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അശ്വിൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2027 വേൾഡ് കപ്പിന് ശേഷം ഏകദിന ക്രിക്കറ്റിൻ്റെ ഭാവി എന്താകും എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ഏകദിന ക്രിക്കറ്റിൻ്റെ നിലനിൽപ്പ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും ഞാൻ വിജയ് ഹസാരെ ട്രോഫി ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയും ഫോളോ ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏകദിന ഫോർമാറ്റ് കണ്ടിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനെ നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക? ടെസ്റ്റ് ക്രിക്കറ്റിന് ഇപ്പോഴും ക്രിക്കറ്റിൽ സ്ഥാനമുണ്ട്, പക്ഷേ ഏകദിന ക്രിക്കറ്റിന് ഇനി മുതൽ സ്ഥാനമില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി കൊണ്ട് ഫീൽ ചെയ്യുന്നത്. ഇതാണ് അശ്വിൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏകദിന ക്രിക്കറ്റ് ഇപ്പോൾ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിനിപ്പോൾ ജനപ്രീതിയില്ല. ടെസ്റ്റ് ക്രിക്കറ്റിന് ഇപ്പോഴും സ്ഥാനമുണ്ട്, ജനപ്രീതിയുണ്ട്, പക്ഷെ ആ ഒരു ജനപ്രീതി ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിന് ലഭിക്കുന്നില്ല. T20 ഫോർമാറ്റിന്റെ വരവോടുകൂടി തകർന്നടിഞ്ഞത് ഏകദിന ക്രിക്കറ്റാണ് എന്നൊക്കെയാണ് അശ്വിൻ തൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.